പുരാതന ചൈനീസ് സംസ്കാരത്തിൽ യാങ് എന്ന വളരെ ഭയാനകമായ ക്രൂരമായ ഒരു ശിക്ഷയുണ്ടായിരുന്നു. ഈ ശിക്ഷയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ചൈനീസ് പുരുഷന്മാർ 4 ദിശയിലേക്കും തിരിഞ്ഞു നോക്കാതെ തെറിച്ചോടുന്നത് കാണാം. പുരുഷന്മാർ മാത്രം ഇത് കണ്ട് ഭയപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. കാരണം ഈ ഒരു ശിക്ഷ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ കാമഭ്രാന്തന്മാരായ പുരുഷന്മാർക്ക് വേണ്ടിയാണ്. പഴയകാല ചൈനയിൽ സ്ത്രീകളെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്തും. പുരുഷന്മാരുടെ ആവശ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുകയും അവരെ തെരുവിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന പുരുഷന്മാരെ പൊതുസമൂഹത്തിന് മുൻപിൽ കൊണ്ടുവന്ന് അവിടെ 2 കാലുകളും വിരിച്ചു വച്ച് വേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ പോലും അതൊന്നും കാര്യമാക്കാതെ അവരുടെ പ്രൈവറ്റ് പാർട്ട് മുറിച്ചെടുക്കും. ഇതിനെയാണ് ചൈനീസ് ഭാഷയിൽ യങ് എന്ന് പറയുന്നത്. ഈ തീവ്രമായ ശിക്ഷ പഴയകാല ചൈനക്കാർ വളരെ സ്ട്രിക്റ്റ് ആയി തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ശിക്ഷ നിറവേറ്റുന്ന സമയം കുറ്റവാളിക്ക് യാതൊരു മയക്കമരുന്നോ അങ്ങനെ ഒന്നും തന്നെ നൽകില്ല. വെട്ടിയെടുത്തതിനു ശേഷം വീണ്ടും അവർ തന്നെ തയ്ച്ചും കൊടുക്കും. ഈ ഒരു വേദനകളെല്ലാം കഴിഞ്ഞും അയാൾ ജീവിക്കുകയാണെങ്കിൽ കാലങ്ങളോളം അയാൾ അപമാനവും പേറിക്കൊണ്ട് ജീവിക്കേണ്ടി വരും. അയാൾക്ക് പിന്നെ പുറത്തിറങ്ങാനോ മറ്റൊരാളുടെ മുഖത്തേക്ക് നോക്കാനോ സാധിക്കില്ല. കാരണം ഈ ശിക്ഷ എല്ലാവരുടെയും മുൻപിൽ വെച്ചാണ് നിറവേറ്റുന്നത്. ഇങ്ങനെ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റങ്ങളെ നിയന്ത്രിക്കാൻ ഇങ്ങനെയുള്ള ശിക്ഷ ചൈനക്കാർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ആൻഷ്യന്റ് ചൈനീസ് അവർ കടപിടിച്ചു പോന്നിരുന്ന 7 ക്രൂരമായ ശിക്ഷാരീതികളെ കുറിച്ചാണ്. ലിസ്റ്റിലെ 7ാമത്തെ ശിക്ഷ മനുഷ്യ മാംസം കൊണ്ടുള്ള സൂപ്പ്. പുരാതന ചൈനക്കാർ എത്രത്തോളമാണോ ദൈവത്തെ വിശ്വസിച്ചിരുന്നത് അതിനേക്കാൾ അധികമായി തന്നെ അവരുടെ മാതാപിതാക്കളെ ബഹുമാനിച്ചിരുന്നു. ഒരു കുടുംബത്തിൽ അച്ഛനും മകനെ അടിക്കാം, എന്നാൽ ആ മകൻ തിരികെ അറിയാതെയാണെങ്കിൽ പോലും അച്ഛനു നേരെ കൈ ഉയർത്താൻ പാടില്ല. അങ്ങനെ കൈ ഉയർത്തിയാൽ, കൈ വച്ചാൽ അവനിൽ ഈ ഒരു ശിക്ഷ നടപ്പിലാക്കും. ഈ ശിക്ഷയിൽ ഒരു വലിയ ഉരുളി എടുത്തുകൊണ്ടുവരും. ആ ഉരുളി മുഴുവനും വെള്ളം നിറയ്ക്കും. അതിനുള്ളിലേക്ക് ഈ കുറ്റവാളിയെ കൊണ്ടുവന്നിറക്കും. ഇതിനുശേഷം നമുക്കറിയാം എന്ത് സംഭവിക്കുമെന്ന്. ആ ഉരുളിക്കടിയിൽ തീ വയ്ക്കും. പതിയെ പതിയെ ആ വെള്ളം ചൂടാകാൻ തുടങ്ങും. വെള്ളം ചൂടാകും തോറും ശരീരത്തിൽ വേദന അനുഭവപ്പെടാൻ തുടങ്ങും. ഒരു ഘട്ടത്തിൽ ചൂട് താങ്ങാനാകാതെ ആ കുറ്റവാളി കരഞ്ഞ് നിലവിളിച്ച് പിടയാൻ തുടങ്ങും. എന്നാൽ ചില മിനിറ്റുകൾക്ക് ശേഷം അവന്റെ കരച്ചിലെല്ലാം നിലയ്ക്കും. ആ ശരീരത്തിന്റെ പകുതിയിലേറെയും വെന്തു പോയിട്ടുണ്ടാകും. അപ്പൊ തന്നെ അവന്റെ ആത്മാവും സ്വർഗത്തിലെത്തിയിട്ടുണ്ടാകും. ഇതിനുശേഷം അവൻ ഉണ്ടായിരുന്ന ആ ഒരു ജലം അതിപ്പോ സൂപ്പായിട്ടുണ്ടാകും. ആ സൂപ്പ് എടുത്ത് മൃഗങ്ങൾക്ക് ഭക്ഷണമായി നൽകും. ഇതിലുള്ള വളരെ രസകരമായ ഒരു കാര്യം, ഈ ശിക്ഷ വളരെ റെയറായി മാത്രമേ നൽകിയിരുന്നുള്ളൂ. ഞാൻ ഇതിനകം പറഞ്ഞതുപോലെ പുരാതന ചൈനക്കാർ മാതാപിതാക്കളെ അത്രയേറെ ബഹുമാനിക്കുകയും അവരിൽ അത്രത്തോളം മതിപ്പും ഉണ്ടായിരുന്നു. പോരാത്തതിന് ഇങ്ങനെയുള്ള ശിക്ഷകൾ അനുഭവിക്കുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ പല മക്കളും മാതാപിതാക്കളെ അത്രയേറെ സ്നേഹിച്ചിട്ടുമുണ്ട്. ലിസ്റ്റിൽ 6ാമത്തേത് നന്നായി പഠിക്കണം അല്ലെങ്കിൽ മഷി കുടിക്കണം. ഇത് കേൾക്കാൻ ഒരു ഫണ്ണിയായി തോന്നിയാലും പഴയകാല ചൈനക്കാർ വിദ്യാഭ്യാസത്തിൽ വളരെ ഭ്രാന്തമായി ചിന്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇവരുടെ അന്നത്തെ ആ സംസ്കാരം അനുസരിച്ച് ആർക്ക് വേണമെങ്കിലും സർക്കാർ ജോലിയിൽ കയറാൻ സാധിക്കും. സമൂഹത്തിലെ എല്ലാവർക്കും ഇതിൽ ശരിയായ ഒരു അവകാശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരേ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. ആ ജോലിയിൽ കയറണം എന്നുണ്ടെങ്കിൽ അവർ പരീക്ഷയിൽ വിജയിക്കണം. അതെ, പഴയകാല ചൈനക്കാരായിരുന്നു ഈ പേപ്പർ ലോകത്തിന് പരിചയപ്പെടുത്തിയതിൽ വലിയൊരു പങ്ക് വഹിച്ചിരുന്നത്. നീണ്ട കാലങ്ങൾക്ക് മുൻപ് തന്നെ അവരുടെ സംസ്കാരത്തിൽ പരീക്ഷ എന്ന കോൺസെപ്റ്റ് വന്നിരുന്നു. അതനുസരിച്ച് പരീക്ഷയിൽ വിജയിക്കുന്നവരെ സർക്കാർ ജോലിയിൽ അവരെടുക്കും. എന്നാൽ ഇവിടെ വളരെ പാവപ്പെട്ടവരായിരിക്കും പരീക്ഷയിൽ പരാജയപ്പെടുന്നത്. അവരെ കൊണ്ട് അടുത്ത തവണ പരീക്ഷ എഴുതാൻ കഴിയും. എന്നാൽ അതിനു മുൻപ് പരാജയപ്പെട്ടതിന് വേണ്ടി അവർക്കൊരു ശിക്ഷ നൽകും. 1 ലിറ്ററോളം മഷി, എഴുതാൻ ഉപയോഗിക്കുന്ന ഇങ്ക്, വെള്ളം പോലെ നമ്മൾ കുടിക്കണം. ഇത് എത്രത്തോളം വ്യത്യസ്തമായൊരു ശിക്ഷയാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഇങ്ങനെയൊക്കെ പുരാതന ചൈനക്കാർ ചിന്തിച്ചിട്ട് പോലും ഉണ്ട് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അടുത്തത് 5ാമത്തേത് നെറ്റിയിലെ പരസ്യം. ചൈനക്കാർ ഫിസിക്കലി മാത്രമല്ല ശിക്ഷ കൊടുക്കുന്നത്, ചില സ്ഥലങ്ങളിൽ സൈക്കോളജിക്കലായും ശിക്ഷ നൽകി വല്ലാത്തൊരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് വരെയുണ്ട്. ഉദാഹരണത്തിന്, ഒരാൾ മോഷ്ടിച്ച് പിടിക്കപ്പെടുകയാണെങ്കിൽ
അവനെ നേരിട്ട് ഭരണാധികാരിയുടെ അടുത്തേക്ക് കൊണ്ടുവരും. അയാൾ കൈ ഉയർത്തി ഇവന് മോ ശിക്ഷ നൽകുക എന്ന് പറയും. ചൈനീസ് ഭാഷയിൽ മോ എന്നാൽ പച്ച കുത്തുക എന്നാണ് അർത്ഥം. ഉടൻ തന്നെ ഈ രാജാവിന് കീഴിലുള്ള ഭടന്മാർ ആ കുറ്റവാളിയുടെ തല മുറുകെ പിടിക്കും. ഒരു പ്രത്യേക മഷി ഉപയോഗിച്ച് അവന്റെ നെറ്റിയിൽ തന്നെ കള്ളൻ എന്ന് പച്ചകുത്തും. ആ മഷി കൊണ്ടെഴുതിയ ആ വാക്ക് ജീവിതകാലം മുഴുവനും മായുകയില്ല. പിന്നീട് അവൻ എവിടെ പോയാലും ഈ നെറ്റി തന്നെ ഇവനൊരു കള്ളനാണ് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും. അവൻ ആരും ഭക്ഷണമോ വെള്ളമോ ജോലിയോ നൽകുകയില്ല. പുറത്ത് തല കാണിക്കാൻ കഴിയാതെ, എവിടെയും പോകാൻ കഴിയാതെ വീടിനുള്ളിൽ ഒരു മൂലയ്ക്കായി ഒതുങ്ങിക്കൂടി ഒരു ജീവച്ഛവമായി തന്നെ കഴിയേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ശിക്ഷ കൊടുക്കുന്ന രീതി നമ്മുടെ സംസ്കാരത്തിലും ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഒരു ശിക്ഷാരീതി ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിലെ പകുതിയിലേറെ പേർക്കും പുറത്ത് തല കാണിക്കാനേ കഴിയില്ലായിരുന്നു. പലരുടെയും തല ഒരു പരസ്യ ബോർഡായി തന്നെ മാറുമായിരുന്നു. നാലാമത്തേത് സ്ത്രീകൾക്കുള്ള ശിക്ഷയാണ്. പഴയകാല ചൈനക്കാർ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് ഒരല്പം സോഫ്റ്റായ ശിക്ഷകൾ തന്നെ നൽകിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിലൊരു ശിക്ഷയാണിത്. ഇത് കേൾക്കാൻ ഒരല്പം തമാശ പോലെ തോന്നിയേക്കാം. അതായിരുന്നു ആട്ടുക്കൽ ശിക്ഷ, അല്ലെങ്കിൽ അരക്കൽ എന്നൊക്കെ പറയും. പുരാതന കാലത്ത് ഭക്ഷണ വസ്തുക്കൾ മോഷ്ടിക്കുന്ന സ്ത്രീകൾക്കായിരുന്നു ഇങ്ങനെ ഒരു ശിക്ഷ നൽകിയിരുന്നത്. ഈ ശിക്ഷയിൽ ധാന്യം ആട്ടുകല്ലിൽ വയ്ക്കുകയും അത് നന്നായി മാവ് പോലെ അരച്ചെടുക്കാൻ ആവശ്യപ്പെടും. ഇതിനൊരു പ്രത്യേക സമയവും അവർ നൽകും. ആ സമയത്തിനുള്ളിൽ അരച്ച് അവസാനിപ്പിച്ചാൽ ആ സ്ത്രീ രക്ഷപ്പെടും. ഇനി ഒരു പക്ഷേ അവസാനിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനേക്കാൾ 10 മടങ്ങ് ധാന്യം നൽകി അതേ സമയത്തിനുള്ളിൽ വീണ്ടും അരച്ചു തീർക്കാൻ ആവശ്യപ്പെടും. ഈ രണ്ടാമത്തെ ടാസ്ക് തീർച്ചയായും സാധ്യമേ അല്ലാത്തൊരു കാര്യമാണ്. ആ സ്ത്രീ ആ സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കാതെ തുടരുമ്പോൾ ഈ ധാന്യങ്ങളുടെ അളവ് വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവസാനം ഈ കാലം മുഴുവനും അരിയാട്ടുന്ന ഒരു അടിമയായി തന്നെ ഈ രാജാവിന് കീഴിൽ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ കീഴിൽ കഴിയേണ്ടി വരും. സ്ത്രീകൾക്ക് നൽകിയിരുന്ന മറ്റൊരു ശിക്ഷയായിരുന്നു മുളക്കമ്പുകൾ വിരലുകൾക്ക് നടുവിൽ വെച്ച് കെട്ടുകയും വിരലുകളെ നന്നായി അമർത്തുകയും ചെയ്യും. ഈ ശിക്ഷ അവസാനിക്കുമ്പോൾ വിരലുകളിലെ എല്ലുകളെല്ലാം നുറുങ്ങി ഓരോ വിരലുകളും പ്രത്യേക ദിശയിലേക്ക് പോയിട്ടുണ്ടാകും. ഇതൊരു ടെമ്പററി ശിക്ഷ മാത്രമാണ്. കുറ്റം തെളിയിക്കപ്പെടാത്ത പെൺകുട്ടികൾക്ക് താൽക്കാലികമായി നൽകുന്ന ഒരു ശിക്ഷ മാത്രമായിരുന്നു ഇത്. കൂടാതെ മുളക്കമ്പ് കൊണ്ട് സ്ത്രീകളുടെ പുറം ഭാഗത്ത് അടിക്കുന്നത്, ഇങ്ങനെ സ്ത്രീകൾക്ക് വളരെ സ്പെസിഫിക് ആയ സോഫ്റ്റായ ശിക്ഷകളായിരുന്നു പഴയകാല ചൈനക്കാർ നൽകിയിരുന്നത്. അടുത്തത് മൂന്നാമത്തെ ശിക്ഷയായിരുന്നു. 1999 ചൈനീസ് പുരാവസ്തു ഗവേഷകർ വലത് കാൽ നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി. ചാൻസി പ്രവിശ്യയിലെ സ്ഥലത്തു നിന്നും കണ്ടെത്തിയ ഈ ഒരു സ്ത്രീയുടെ അപൂർവമായ അവശിഷ്ടങ്ങളുടെ സമീപകാല മെഡിക്കൽ വിശകലനത്തിൽ അവർക്ക് അറിയാൻ സാധിച്ചത് പുരാതന ചൈനയിൽ ഒരു കുറ്റവാളിയുടെ കാൽ മുറിച്ചു മാറ്റിയ ക്രൂരമായ ശിക്ഷാവിധിയായ യുയിയുടെ ഇരയായിരുന്നു ഇവരെന്നും കണ്ടെത്തി. അതായത് ഈ സാമ്രാജ്യത്വ കാലഘട്ടത്തിന്റെ ആരംഭത്തിന് മുൻപ് 1 സഹസ്രാബ്ദത്തോളമായി ചൈനയിൽ നടന്ന ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നൽകിയിരുന്ന 5 ശിക്ഷകളിൽ ഒന്നായിരുന്നു ഈ യുയി. ഈ ശിക്ഷകൾ അങ്ങേയറ്റത്തെ ക്രൂരതയാൽ ഈ ശിക്ഷകളെല്ലാം അങ്ങേയറ്റത്തെ ക്രൂരതയാണെന്ന് അടയാളപ്പെടുത്തിയിരുന്നു. കുറ്റവാളികളായി കണ്ടെത്തുന്ന വ്യക്തികൾക്കും അവരുടെ ചുറ്റുമുള്ള ആളുകൾക്കും ഏറ്റവും തീവ്രമായ ശാരീരിക വേദനയും മാനസിക വേദനയും ഉണ്ടാക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ ഒരു ശിക്ഷാരീതി. വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് വലതുകാൽ മുറിച്ചു മാറ്റും, ചെറിയ കുറ്റങ്ങൾക്കാണെങ്കിൽ ഇടതുകാൽ മുറിച്ചു മാറ്റും. ഇങ്ങനെയായിരുന്നു ശിക്ഷ നൽകിയിരുന്നത്. സാധാരണ തള്ളവിരലിൽ ചെറിയൊരു മുറിവ് സംഭവിച്ചാൽ തന്നെ അതിൻ്റെ വേദന നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ വിരൽ വഹിച്ചു കൊണ്ടുപോകുന്ന കാലിനെ തന്നെ മുറിച്ചു മാറ്റുമ്പോൾ അത് എത്രത്തോളം വേദന നൽകുമെന്ന് ചിന്തിക്കുക. അതും ഒറ്റ വെട്ടിന് മുറിച്ചു കളയുകയല്ല, ഇഞ്ചിഞ്ചായി വേദന അനുഭവിച്ചായിരിക്കും ആ പാദം മുഴുവൻ മുറിച്ചു മാറ്റുന്നത്. സത്യം പറഞ്ഞാൽ ചൈനക്കാരുടെ നിയമങ്ങളെല്ലാം അന്ന് മുതൽ ഇന്ന് വരെയും ഒരു സർവാധികാരമായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്വേച്ഛാധിപത്യമായിരുന്നു. ഇതിന്റെ എല്ലാം ഒരു മൂർത്തീഭാവമാണ് രണ്ടാമത്തെ ശിക്ഷ. രണ്ടാമത്തെ ശിക്ഷ എന്നത് മനുഷ്യ മാംസമെല്ലാം ചെത്തിയെടുക്കുക. ചൈനീസ് ഭരണാധികാരികളുടെ നിയമവ്യവസ്ഥകളെ ബഹുമാനിക്കാതിരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നവർക്കാണ് ഇങ്ങനെ ഒരു ശിക്ഷ നൽകുക. പ്രധാനമായും ഭരണാധികാരികൾക്ക് ദ്രോഹം ചെയ്യുന്നവർക്കാണ് ഇങ്ങനെ ഒരു ശിക്ഷ നൽകിയിരുന്നത്. ഈ പ്രത്യേക ശിക്ഷയിൽ കുറ്റവാളിയെ ഒരു വലിയ മരത്തിൽ കൈയും കാലും ചേർത്ത് വെച്ച് കെട്ടും. അതിനുശേഷം വളരെ കൂർത്ത നീളമുള്ള ഒരു കത്തി എടുത്തുകൊണ്ടുവന്ന്
കുറ്റവാളിയുടെ വിരൽ മുതൽ വെട്ടിയെടുക്കാൻ തുടങ്ങും. പതിയെ പതിയെ ശരീരഭാഗങ്ങളെല്ലാം വെട്ടിക്കൊണ്ടുവരും. വേദന സഹിക്കാനാകാതെ ആ കുറ്റവാളി നിലവിളിച്ച് കരയും. രക്തമെല്ലാം വാർന്ന് ശരീരമാകെ വല്ലാത്തൊരവസ്ഥയിലാകും. പക്ഷെ ഈ സമയം ശിക്ഷ നൽകുന്നവർ വളരെ സാവധാനം ഇതെല്ലാം ആസ്വദിച്ചാണ് ചെയ്യുന്നത്. കൂടാതെ ഏത് ഭാഗത്ത് കട്ട് ചെയ്താൽ ജീവൻ പോകില്ല എന്നുള്ളത് മനസ്സിലാക്കി അവിടെ തന്നെ ടെക്നിക്കലായി നോക്കി കൃത്യമായി മാംസം അറുത്തെടുത്ത് അതീവ വേദന നൽകുകയും അതേസമയം അയാളെ ജീവനോടെ നിലനിർത്താനും ശ്രമിക്കും. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് വളരെ സാവധാനം ഒരു 3 ദിവസത്തോളം തുടർന്നടക്കും. അങ്ങനെ 3-ാം ദിവസത്തിന്റെ അവസാനത്തിൽ അയാളുടെ ജീവൻ നഷ്ടമാകുമ്പോൾ ആ ശരീരത്തിൽ എല്ലുകൾ മാത്രമായിരിക്കും ബാക്കി ഉണ്ടാവുക. ഇങ്ങനൊരു ക്രൂരമായ ശിക്ഷയുടെ പേരാണ് ലെങ്ചി. അവസാനത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ ചൈനക്കാർ പിന്തുടർന്നു വന്ന അതീവ ഗുരുതരമായ ക്രൂരമായ ഒരു ശിക്ഷയാണിത്, വാട്ടർ ടോർച്ചർ. ചൈനക്കാർ നൽകിയ ശിക്ഷകളിൽ ഒരു ഹയസ്റ്റ് റാങ്കിങ് നൽകണം എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ശിക്ഷയ്ക്ക് നൽകാൻ കഴിയും. കുറ്റവാളികൾ തന്നെ മതി, ദയവ് ചെയ്ത് എന്നെയൊന്ന് കൊല്ലാമോ എന്ന് യാചിക്കുന്ന രീതിയിൽ അത്രയേറെ ക്രൂരമായ ഒരു ശിക്ഷയായിരുന്നു ഈ വാട്ടർ ടോർച്ചർ. ഈ പേര് കേൾക്കുമ്പോൾ വളരെ നിസാരമായി തോന്നാം, എന്നാൽ അത്ര നിസാരമല്ല ഇത്. ഈ ഒരു ശിക്ഷയിൽ കുറ്റവാളിയെ അങ്ങനെ നിവർത്തി കിടത്തുകയും അയാളുടെ ശരീരവും തലയും ഒരല്പം പോലും ചലിപ്പിക്കാനാകാത്ത രീതിയിൽ, 1 മില്ലിമീറ്റർ പോലും അനങ്ങാൻ കഴിയാത്ത രീതിയിൽ ക്ലാമ്പ് ഉപയോഗിച്ച് അങ്ങനെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. ഇതിനുശേഷം കുറ്റവാളിയുടെ നെറ്റിക്ക് മുകളിലായി ഒരു വലിയ പാത്രം തൂക്കിയിട്ടിട്ടുണ്ടാകും. ആ പാത്രം മുഴുവനും വെള്ളമുണ്ടാകും. അടുത്തതായി ആ ഒരു പാത്രത്തിൽ നിന്നും ഓരോ തുള്ളിയായി വെള്ളം ഈ കുറ്റവാളിയുടെ നെറ്റിയിലേക്ക് വന്ന് വീഴും. ഇത് കേൾക്കുമ്പോൾ വളരെ സാധാരണമായി തോന്നും. പക്ഷെ സമയം കഴിയുന്തോറും ഈ കുറ്റവാളിക്ക് അത് നരകത്തേക്കാൾ വേദന നൽകുന്ന ഒന്നായി മാറും. ആദ്യത്തെ കാര്യം, തുടർന്ന് വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നത് കൊണ്ട് അയാളെ കൊണ്ട് ഉറങ്ങാനേ സാധിക്കില്ല. ഉറങ്ങാതെ 2 ദിവസത്തോളം ആകുമ്പോൾ അയാളുടെ കണ്ണുകളെല്ലാം ചുവക്കാൻ തുടങ്ങും. അങ്ങനെ ആ വെള്ളം കൊള്ളുന്ന സ്ഥലത്ത് വേദന എടുക്കാൻ തുടങ്ങും. തുടക്കത്തിൽ ചെറിയ സൂചി കുത്തുന്നത് പോലെയായിരിക്കും തോന്നുക. എന്നാൽ 4 ദിവസത്തിന് ശേഷം ചുറ്റിക എടുത്ത് അടിക്കുന്നത് പോലെയായിരിക്കും ഉണ്ടാവുക. തൻ്റെ തലയ്ക്കുള്ളിലേക്ക് ഒരു ആണി കുത്തി കയറുന്നത് പോലുള്ള വേദന അനുഭവപ്പെടും. ഉറക്കമില്ലാതെ കണ്ണുകൾ ചുവന്ന് ചുരുങ്ങിപ്പോകും. ഇത് നൽകുന്ന വേദനയേക്കാൾ മരണം എത്രയോ ഭേദമെന്ന് തോന്നിപ്പോകും. എന്നാൽ ഈ ഒരു ശിക്ഷ ഇതോടുകൂടിയും അവസാനിക്കുന്നില്ല. ഇതിന് ശേഷമാണ് പല ക്രൂരമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നത്. ദിവസം കഴിയുന്തോറും ആ വെള്ളം വീഴുന്ന സ്ഥലത്ത് ചെറിയൊരു മുറിവുണ്ടാവുകയും ആ ഒരു ദ്വാരം ദിവസം കഴിയുന്തോറും വലുതാവുകയും ചെയ്യും. അങ്ങനെ ആ വലുതായ ദ്വാരത്തിനുള്ളിലൂടെയും വീണ്ടും വെള്ളം ഇറ്റിറ്റിറ്റ് തലയ്ക്കുള്ളിലേക്ക് പോകും. ആ ഭാഗം മുഴുവനും പഴുക്കുകയും മുടിയെല്ലാം കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഒരു 10-11 ദിവസത്തിന് ശേഷം ആ കുറ്റവാളിയുടെ തലച്ചോറ് മുഴുവനും ചതഞ്ഞ് കുറ്റവാളി അവസാനം മരണത്തിന് കീഴടങ്ങുകയും ചെയ്യും. ഇതിനിടയിൽ എത്ര തവണ കുറ്റവാളി മരണത്തിന് വേണ്ടി യാചിച്ചാൽ പോലും ആരും അയാൾക്ക് അങ്ങനെ ഒരു സമ്മാനം നൽകില്ല. ഇവിടെയുള്ളൊരു വലിയ രഹസ്യം, ഈ പഴയകാല ചൈനക്കാർ എങ്ങനെയാണ് ഇത്രയേറെ ക്രൂരമായൊരു ശിക്ഷകൾ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഇത് ഏത് തെറ്റ് ചെയ്തതിന് വേണ്ടിയാണ് ഇങ്ങനൊരു ശിക്ഷ നൽകിയത് എന്നുള്ളത് ഇപ്പോഴും അറിയാത്തൊരു കാര്യമാണ്. ചരിത്രത്തിൽ ഏറ്റവും ക്രൂരമായതും മോശമായ ശിക്ഷകൾ നൽകിയ നാഗരികതയിൽ ചൈനീസ് നാഗരികത മുൻപന്തിയിൽ തന്നെയുണ്ട്. തീർച്ചയായും ഇവർ നൽകിയ ടോർച്ചർ എല്ലാം ഒരു മാനസിക പീഡനം തന്നെയാണ്. അവസാനം പറഞ്ഞ ഈ ഒരു ശിക്ഷ ദീർഘസമയത്തേക്ക് സംഭവിക്കുമ്പോൾ അത് ഭ്രാന്ത് പിടിക്കാൻ പോലും സാധ്യതയുള്ള ഒന്നായിരിക്കും. ഇങ്ങനെ ആൻഷ്യൻ ചൈനീസിന്റെ ശിക്ഷാ സംവിധാനങ്ങളെല്ലാം അതീവ കഠിനവും ക്രൂരവുമായിരുന്നു. കുറ്റവാളികളെ ശാരീരികമായി മുറിച്ച് മാനസികമായി പീഡിപ്പിച്ച് ശിക്ഷിക്കാമെന്നുള്ളതും അവരുടെ നിയമ രീതിയുടെ ഒരു ഭാഗമായിരുന്നു. ഇന്ന് നമ്മൾ കണ്ട ഈ ശിക്ഷാ രീതിയിലെല്ലാം നിങ്ങൾക്ക് ഭയം തോന്നിപ്പിച്ചത്, വല്ലാതെ നിങ്ങളെ ഭയപ്പെടുത്തിയതുമായ ശിക്ഷ ഏതാണ്? നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കാലത്ത് ഇതിൽ ഏത് ശിക്ഷ വന്നാൽ നന്നായിരിക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? കമന്റിൽ പറയുക. അതിന് കാരണം പറയുകയാണെങ്കിലും നന്നായിരിക്കും. ഇങ്ങനെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.